മതിലുകൾക്കപ്പുറം കാണുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ സ്വന്തം കണ്ണുകളിലൂടെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുക. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. 2 കൊരിന്ത്യർ 10:4. ദൈവത്തിൻ്റെ തന്ത്രങ്ങൾ എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കുന്നതിനു പകരം നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിച്ച് നാം പലപ്പോഴും വിഷമിക്കാറുണ്ട്. പുറമെ ഒരു മതിലായി കാണപ്പെടുന്നത് പലപ്പോഴും ഉള്ളിലെ ഒരു കോട്ടയാണ്. അതായത് ഇതൊരിക്കലും മാറില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി. എന്നാൽ നാം കാണുന്ന കാര്യങ്ങളാൽ ദൈവം പരിമിതനല്ല. തടസ്സങ്ങളെ നോക്കുന്നത് അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് തേടാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ നമ്മുടെ സമീപനവും മാറുന്നു. അവിടെയാണ് വിജയത്തിന്റെ തുടക്കം. ഒരു വലിയ കെട്ടിടത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് കയറുക അസാധ്യമാണെന്ന് തോന്നും. എന്നാൽ ആകാശത്തു നിന്ന് നോക്കുമ്പോൾ അതേ കെട്ടിടം വളരെ ചെറുതായും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതായും കാണപ്പെടും. കാഴ്ചപ്പാടെല്ലാം മാറ്റുന്നു. അതുപോലെ നമുക്ക് കാണാൻ കഴിയാത്തത് ദൈവം കാണുന്നു. ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുക: ഞാൻ എൻ്റെ പ്രശ്നത്തിന്റെ വലിപ്പത്തിലാണോ അതോ ദൈവത്തിന്റെ തന്ത്രത്തിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കാഴ്ചപ്പാട് മാറ്റണമേ. എൻ്റെ സാഹചര്യങ്ങളെ അങ്ങയുടെ കണ്ണുകളിലൂടെ കാണാനും അങ്ങയുടെ തന്ത്രങ്ങളിൽ വിശ്വസിക്കാനും എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പരിമിതമായ എല്ലാ ചിന്താഗതികളെയും തകർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.